ഇനി പറയാൻ പോണതാണ് ഗ്രാഫ് ട്രാവേഴ്സൽ അൽഗോരിതം. രണ്ട് തരത്തിലുള്ള അൽഗോരിതമാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും ഒന്ന് ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ചും. ഓക്കെ, അപ്പോൾ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ BFS എന്നാണ് പറയുക. അതിൻ്റെ ലെവൽ വൈസ് ഉള്ള സെർച്ചിങ് ആണ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്യൂ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക. ഞാൻ ആ ഒരു എന്താ പറയുക ഡോക്യുമെൻറ്റിൽ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള PDF അതിൻ്റെ താഴെ ഞാനൊരു ടേബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്യൂവിലേക്ക് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ടേബിൾ കൊടുത്തത്. ഇനി അത് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് നോക്കണ്ട. അതായത് ജസ്റ്റ് ഞാൻ എഴുതി തന്നിട്ടുള്ള ആ ഒരു എന്താ പറയുക തിയറി ഉണ്ടല്ലോ, എന്താണ് BFS എന്ന് പറയാനുള്ള ആ തിയറി, അതായത് ലെവൽ വൈസ് ഉള്ള സെർച്ചിങ് ആണ്, നമുക്ക് ക്യൂ ആണ് യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എഴുതി വെക്കുക. അതിനുശേഷം ഒരു എക്സാമ്പിൾ എഴുതുക. ഇപ്പോൾ ABCDEF ഈ ഒരു ഗ്രാഫാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ഇതിനെ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലെവൽ വൈസ് ഉള്ള സെർച്ചിങ് ആണെന്ന് ഉദ്ദേശിച്ചത്. ഇത് ലെവൽ 0, ഇത് ലെവൽ 1, ഇത് ലെവൽ 2 ഈ രീതിക്കല്ലേ വരുന്നത്. അപ്പോൾ ആദ്യം ലെവൽ 0യിലുള്ള Aനെ നമ്മൾ സെർച്ച് ചെയ്തു, Aനെ നമ്മൾ വിസിറ്റ് ചെയ്തു, നമ്മൾ A എന്ന് എഴുതി വെച്ചു. അതിനുശേഷം ലെവൽ 1ലുള്ള ഈ ഒരു ലെവലിലുള്ളതിന് നമുക്ക് എടുത്തെഴുതണം. അത് Bയും Cയും ആണ്. സോ Bനെയും Cനെയും എഴുതി. അടുത്തത് ഈ ലെവലാണ്, ഇതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ലെവൽ 2 ആണ്. അപ്പോൾ Dയും Eയും Fഉം ആണ് നമുക്ക് അടുത്തെഴുതുന്നത്. അപ്പോൾ ABCDEF ഈ രീതിയിലാണ് വരിക. കണ്ടോ, ഇതിനെയാണ് നമ്മൾ BFS എന്ന് പറയുക. ഈ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുന്നതിനെ അല്ലെങ്കിൽ ഈ രീതിയിൽ ഗ്രാഫിൽ നമുക്ക് ട്രാവേഴ്സ് ചെയ്യുന്നതിനെ നമ്മൾ BFS എന്ന് പറയും. BFS എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണ്. ഇനി നെക്സ്റ്റ് പറയാൻ പോണതാണ് ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച് അല്ലെങ്കിൽ DFS എന്ന് പറയും. ഓക്കെ, ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച് അല്ലെങ്കിൽ DFS നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്നത് നമുക്ക് ഡെപ്ത്ത് വൈസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഡെപ്ത്ത് വൈസിലാണ് ആദ്യം സെർച്ച് ചെയ്യേണ്ടി വരിക, അല്ലാതെ ലെവൽ വൈസിൽ ഈ രീതിക്കല്ല സെർച്ച് ചെയ്യേണ്ടത്. ആദ്യം മുകളിൽ നിന്ന് തുടങ്ങി താഴോട്ട് നമ്മൾ ഡെപ്ത്തിലോട്ട് സെർച്ച് ചെയ്യുക, അതിനുശേഷം അടുത്ത ഡെപ്ത്തിലോട്ട് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം വരുന്നത്. സോ ഇവിടെ Aക്ക് നമുക്ക് ലെഫ്റ്റ് സബ് ട്രീ ആയിട്ട് Bയും ഇവിടെ Dയും Eയും ഉണ്ട്, രണ്ട് ചൈൽഡായിട്ട്. സോ ഈ Aയുടെ ഡെപ്ത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രീയുടെ ഡെപ്ത്തിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മൂവ് ചെയ്യേണ്ടത് ഈ ഒരു സൈഡിലേക്കാണ്. സോ ആദ്യം A എഴുതി, പിന്നെ B എഴുതി, അതിന് ഡെപ്തായിട്ട് Dയും Eയും നമ്മൾ എഴുതി, അതിനുശേഷം ഇങ്ങോട്ട് മൂവ് ചെയ്ത് Cയും Fഉം എഴുതി വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ DFS ഉണ്ടാവുക. അതായത് ഒരു ഗ്രാഫ് അൽഗോരിതം, ഗ്രാഫ് ട്രാവേഴ്സൽ അൽഗോരിതം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് DFSഉം ഒന്ന് BFSഉം. BFS നേരത്തെ പറഞ്ഞത് ലെവൽ വൈസ് ഉള്ള സെർച്ചിങ് ആണ്. BFS നമ്മൾ ക്യൂ ആണ് അതിൽ യൂസ് ചെയ്യുന്ന ഡാറ്റാ സ്ട്രക്ചർ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറി പഠിച്ചു വയ്ക്കുക. ഇനി DFS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റാ സ്ട്രക്ചറാണ്. അതിന് ഡെപ്ത് വൈസ് ആണ് അതിൻ്റെ സെർച്ചിങ് വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ട്രാവേഴ്സിൽ വരുന്നത്. ABDECF എന്നുള്ള രീതിയിലാണ്. നമ്മൾ BFS ചെയ്യുകയാണെങ്കിൽ ABCDEF ഈ രീതിയിലായിരിക്കും എന്ത് വരിക, നമ്മുടെ BFS വരിക. അപ്പോൾ ഈ രണ്ട് നല്ല രീതിക്ക് പഠിച്ചു വയ്ക്കുക. എക്സാമിന് ജസ്റ്റ് തിയറി എഴുതി വയ്ക്കുക, അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ കൊടുക്കാം. അധികവും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച് വിത്ത് ആൻ എക്സാമ്പിൾ, വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ എന്നുള്ള രീതിക്കായിരിക്കും ചോദിക്കുക. അതർവൈസ് ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ BFS ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ രീതിക്ക് ലെവൽ വൈസ് ആയിട്ടും DFS ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിക്കാണ് എഴുതേണ്ടത്. പക്ഷെ ജസ്റ്റ് ഇതേപോലെ ട്രാവേഴ്സിൽ എന്താന്ന് അല്ലെങ്കിൽ ഈ രീതിക്കുള്ളൊരു പാത്ത് എഴുതി വെച്ചാൽ പോരാ, എന്താണ് BFS എന്നുള്ളത് തൊട്ടിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഞാൻ നോട്ടിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ട് അവർ തരുന്ന എക്സാമ്പിൾ എന്താണോ അതിനനുസരിച്ച് ആൻസർ എഴുതി നോക്കാം. ഓക്കെ, താങ്ക് യു.